ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ നാടൻ രീതിയിലുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാർക്കറ്റിൽ ഇപ്പം തിരക്കില്ലാതെ കണ്ടത് എന്നൊക്കെ ഒരു ചെമ്പല്ലിയാണ്. അപ്പോൾ ചെമ്പല്ലി വെച്ചിട്ട് തന്നെ അത് ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ചെമ്പല്ലി ക്ലീൻ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ചെമ്പല്ലി വാങ്ങിയപ്പോൾ ഇതിന് മുട്ടയുണ്ട്. സാധാരണ രീതിയിൽ ചിലവരൊന്നും കഴിക്കില്ല, പക്ഷേ ഇത് വളരെ ടേസ്റ്റ്ഫുള്ളാണ്. ഇതുകൊണ്ട് ഇതൊരു ഇങ്ങനെയായിരിക്കും മുട്ട വന്നിട്ട്. ഇതാണ് ഇത് മുട്ട. ഇത് നല്ല ടേസ്റ്റ്ഫുള്ളാണ്. അപ്പോൾ ഇത് പൊട്ടാതെ ഇരിക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഉള്ള മുട്ടകൾ മുഴുവൻ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കാം. പിന്നെ ഇതിൽ വന്നിട്ട് എപ്പോഴും നമ്മൾ ടിപ്സ് പറയുന്നതെന്നാൽ നമ്മുടെ അടുത്ത് ഉപ്പുണ്ടെങ്കിൽ ആ ഉപ്പുണ്ടല്ലോ, ഉപ്പ് കുറച്ച് വെതറിടുക. വല്ല വിഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അത് പോയി കിട്ടുന്നതായിരിക്കും. സാധാ കല്ലുപ്പാണ്. എന്നിട്ട് ഇത് പൊട്ടാതെ ഇതിനെ മാറ്റി വെച്ചോളൂ. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പൊട്ടരുത്. അതിനത് മാറ്റി വെച്ചിട്ട് ഇത് ആൾറെഡി കടയിൽ നിന്ന് നേരെ തന്നാണ്. ഇതിപ്പോൾ വൃത്തിയായിട്ടുണ്ട്. 2 പ്രാവശ്യം കഴുകി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. ഇതിലിപ്പോൾ മുളകും ഉപ്പും ഫിഷ് മസാലയും അന്ന് ഇട്ടിട്ട് അങ്ങോട്ട് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ മസാല വരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. മഞ്ഞപ്പൊടി ഇട്ടു ആദ്യം, പിന്നെ ഉപ്പിട്ടുണ്ട്, മുളകിട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടിയാണ് കേട്ടോ, മുളകല്ല. മുളകിട്ട വിവരം അറിയാം. മുളക് പൊടി ഇടേണ്ടത്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. ചെമ്പല്ലിയാണ്, കടൽ മീനാണ്, കൂടുതൽ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി ഇട്ടോ കേട്ടോ. ഇനി അടുത്തത് നമ്മളുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ടു. ഇനിയുള്ളത് വെളുത്തുള്ളി പേസ്റ്റാണ്. വെളുത്തുള്ളി പേസ്റ്റ് തന്നെ വേണമെന്നില്ല. വെളുത്തുള്ളി അരച്ച് വെക്കാനുള്ള മടി കൊണ്ട് മാത്രം നേരത്തെ വിട്ടിട്ട് വെളുത്തുള്ളി പേസ്റ്റ് റെഡിമെയ്ഡ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് ഇഞ്ചി പേസ്റ്റാണ്. ഇതും തന്നെ ഇഞ്ചി അരച്ചൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ ഇഞ്ചി പേസ്റ്റും റെഡിമെയ്ഡുള്ളതാണ്. ഇനി ഇതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ ഫസ്റ്റ് ഒന്ന് അങ്ങനെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. യോജിപ്പിച്ച ശേഷം ഫിഷ് മസാല ഇടാൻ മറന്നോ. ഫിഷ് മസാലയും കൂടി ഉണ്ട്. ഫിഷ് മസാല ഇടുക. ഫിഷ് മസാലയും ഇട്ട് നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഏതാ വയ്ക്കുക. ഇതൊരു 25 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ അത് നമുക്ക് ശരിക്കും എല്ലാം ഇവിടെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. മുട്ട മാറ്റിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുട്ട പൊട്ടരുത്. മുട്ട പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മീനിലേക്ക് ആവും അത്. ഇതിൽ നമ്മുടെ വീഡിയോഗ്രാഫറിന് ഇപ്പം തന്നെ കഴിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതുണ്ടാവും. പക്ഷേ എന്തായാലും ക്ഷമ വേണം, ക്ഷമിക്കുക തന്നെ വേണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചെമ്പല്ലി ഇപ്പോൾ മസാലയെല്ലാം പിടിച്ച് റെഡിയാണ്. ഇപ്പോൾ വറക്കാൻ റെഡിയാണ്. അപ്പോൾ നമുക്ക് വറക്കാനുള്ള പരിപാടിക്ക് പോവാം. ഓക്കെ. വെളിച്ചെണ്ണ വീട്ടിൽ ഉണ്ടായ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ച് താക്കാം. ഒരു മായം കലർപ്പില്ലാത്ത വെളിച്ചെണ്ണയാണ്. അതിൻ്റെതായ അതിൻ്റെ സ്വാദുണ്ടാവും. എണ്ണ തിളച്ച് വരുന്നുണ്ട്. അതിലോട്ട് അങ്ങനെ നല്ല ഓരോ വന്നിട്ട് ഇടുന്നത്. നാല് വീട്ടിലിട്ടതാണല്ലോ. ഇത് മറിച്ചതായി തിരിച്ചില്ല. ഇത് വറുക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടത് എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇതിൽ നിന്ന്
തിരിച്ച് മറിച്ച് വിടണം എണ്ണയിൽ. എന്നാൽ എണ്ണ ഒന്ന് പിടിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക അടിപ്പിടിക്കും. ഇതുപോലെ അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി. നമ്മളിപ്പോൾ വറക്കുമ്പോൾ തന്നെ ഇതിലൊന്ന് കുളിപ്പിച്ചെടുക്കുക. എണ്ണയിലൊന്ന് കുളിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് ഒപ്പിടിക്കില്ല. ഓക്കെ ഗൈസ്, നന്നായി വേകാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഓക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ വായിൽ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാം സൂപ്പറായിട്ടുണ്ട്. നല്ല മുരിക്കനായി കഴിഞ്ഞു. നമ്മൾ പാലക്കാടൻ ഭക്ഷണം പോലെ മുരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് ഇതിലോട്ട് മാറ്റാം. എണ്ണ ശരീരത്തിൽ നല്ലതല്ല, എന്നാലും എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്ക് ബൈ.